ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വാട്ട് ഈസ് ഡോപ്ലർ എഫക്റ്റ് എന്നായിരുന്നു അല്ലേ? വാട്ട് ഈസ് ഡോപ്ലർ എഫക്റ്റ്? ഡോപ്ലർ എഫക്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ബ്ലൂ ഷിഫ്റ്റ്, റെഡ് ഷിഫ്റ്റ് എന്നീ രണ്ട് സാധനങ്ങളും വളരെ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡോപ്ലർ എഫക്റ്റ് ആൾറെഡി നിങ്ങൾ സൗണ്ടിന്റെ കേസിൽ എവിടെ പഠിച്ചതാണ്? +1 പഠിച്ചതാണ്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ടിന്റെ കേസിലാണ്, ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റിന്റെ കേസിലാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് ശരിക്കും മനസ്സിലായല്ലോ? അതായത് നമ്മുടെ സോഴ്സും ഉണ്ട്, ഒബ്സർവറും ഉണ്ട് അല്ലേ? സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? സോഴ്സ്. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് കാണുന്ന ആള് അല്ലെ? ആ സോഴ്സ് എമിറ്റ് ചെയ്ത ലൈറ്റിനെ വീക്ഷിക്കുന്ന ആളാണ് എന്ത്? ഒബ്സർവർ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡോപ്ലർ എഫക്റ്റ് എന്താണ് പറയുന്നത്? ഒന്നല്ലെങ്കിൽ സോഴ്സ് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒബ്സർവർ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ വേവ് ലെങ്തിന് വ്യത്യാസം വരും. വേവ് ലെങ്തിന് വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരിക എന്നാണ് അർത്ഥം. വേവ് ലെങ്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറയുമ്പോൾ എന്ത് ചെയ്യും? വേവ് ലെങ്ത് കൂടും. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഭൂമിയുടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോ എവിടുന്നോ ഒരു വേറൊരു സ്റ്റാർ ഉണ്ട്. അത് ഡിഫറെന്റ് സ്റ്റാർ, നമുക്കറിയില്ല ഏതാ സ്റ്റാർ എന്ന്. അപ്പൊ ആ സ്റ്റാർ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യാണ്. ഞാൻ ആ സ്റ്റാറിന്റെ അടുത്തോട്ട് വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്തോട്ട് വരുന്തോറും ഫ്രീക്വൻസി കൂടിക്കൂടി വരും എന്നാണ് എന്ത് ഡോപ്ലർ പറഞ്ഞത്. ഫ്രീക്വൻസി കൂടുന്നതാണ് എന്താണ്? വേവ് ലെങ്ത് കുറയുക. ഓക്കെ, അപ്പോൾ അകലെ നിൽക്കുമ്പോൾ ആ സ്റ്റാർ റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുക. കാരണം അകലെ നിൽക്കുമ്പോൾ ഫ്രീക്വൻസി കുറവാണ്, അകലെ നിന്ന് അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ ആദ്യം എന്താണ്? ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി വളരെ കുറവായ ലൈറ്റ് ആണ് എന്ത്? റെഡ് റേ, അതായത് റെഡ് ലൈറ്റ്. ഓക്കെ, വിബ്ജിയോറിലെ റെഡ് ഉണ്ടല്ലോ അത്. എന്നിട്ട് ആ സ്റ്റാർ എന്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടേ വരികയാണ്. അപ്പോൾ ക്ലോസ് ആയി വരുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി കൂടി വരികയാണ്. ഫ്രീക്വൻസി കൂടാന്നാണ് എന്താണ്? വേവ് ലെങ്ത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്റ്റാർ എന്റെ അടുത്തോട്ട് വരുന്തോറും, അതായത് അടുത്തോട്ട് എത്തുമ്പോൾ ആ സ്റ്റാർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്തായിരിക്കും എനിക്ക് ഫീൽ ചെയ്യാം? ബ്ലൂ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. കാരണം അടുത്തോട്ട് വരുന്തോറും എന്താണ്? ഫ്രീക്വൻസി കുറവാണ്. അപ്പൊ ഏറ്റവും ഫ്രീക്വൻസി കുറവായ ലൈറ്റ് ആണ് എന്ത്? ബ്ലൂ. ഫ്രീക്വൻസി കുറവോ അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുതലും ആയ ലൈറ്റ് ആണ് എന്ത്? ബ്ലൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്ലൂ ഏറ്റവും അടുത്തോട്ട് വരുന്തോറും എന്താണ്? ഫ്രീക്വൻസി കൂടി വരികയാണല്ലേ? അപ്പോൾ വേവ് ലെങ്ത് കുറയും. അപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ അടുത്ത് വരുന്ന ആ റേ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആയിരിക്കും. ഓക്കെ, അകലേന്ന് എന്താണ്? ഫ്രീക്വൻസി കുറവാണ്. പിന്നെ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സോഴ്സ് ആണ് മൂവ് ചെയ്യുന്നത്. കാരണം സ്റ്റാർ ആണ് സോഴ്സ്. അപ്പൊ സോഴ്സ് മൂവ് ചെയ്യാണ്. അക്കോർഡിംഗ് ടു ആ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ ഇക്വേഷൻ പ്രകാരം സോഴ്സ് മൂവ് ചെയ്ത് അടുത്തേക്ക് വരുന്തോറും അതിന്റെ ഫ്രീക്വൻസി കൂടി വരും. അതായത് എനിക്ക് ഫീൽ ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടി വരും. അങ്ങനെ ഏറ്റവും സ്റ്റാർ എത്രയും ക്ലോസ് ആവുമ്പോൾ എനിക്ക് ആ സ്റ്റാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് തോന്നുക. കാരണം ഏറ്റവും അടുത്ത് വരുമ്പോൾ എന്താണ്? ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കുറവായിരിക്കും. ആ റേ ആയിരിക്കും എന്ത്? ബ്ലൂ എന്ന് പറഞ്ഞാൽ. അതാണ് ആ റെഡ് ആയിരുന്ന ആ ലൈറ്റ് ആസനം അടുത്തേക്ക് വന്നപ്പോഴേക്കും എന്തായി? ബ്ലൂ ആയി മാറി. അതാണ് റെഡ് ഷിഫ്റ്റ്, ബ്ലൂ ഷിഫ്റ്റ് അല്ല, ഷിഫ്റ്റ്, സോറി. അപ്പോൾ എന്താ, അതാണ് എന്ത്? റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റും. അപ്പൊ റെഡ് ഷിഫ്റ്റ് എന്താണ്? ഒരു സ്റ്റാർ എന്റെ അടുത്ത് നിന്ന് അകലേക്ക് പോകുന്തോറും അത് ബ്ലൂ ആയിരുന്നു ആദ്യം എമിറ്റ് ചെയ്തിരുന്നത്. കാരണം അടുത്താവുമ്പോൾ ഫ്രീക്വൻസി വളരെ കൂടുതലാവല്ലോ. അപ്പൊ ബ്ലൂ ആയിരിക്കും ആദ്യം എമിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അകലേക്ക് പോകുന്തോറും ഫ്രീക്വൻസി എനിക്ക് ഫീൽ ചെയ്യുന്ന കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ റേ ആയ റെഡ് ലൈറ്റ് അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയ റെഡ് ലൈറ്റ് ആണ് എന്ത് ചെയ്യുക? എമിറ്റ് ചെയ്യുക. അതാണ് എന്ത്? റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. രണ്ടും കമ്പയറബിൾ ആയി പഠിക്കാമല്ലോ. ഓക്കെ, ഇപ്പൊ എങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഡ് ഷിഫ്റ്റ് എന്താ, ബ്ലൂ ഷിഫ്റ്റ് എന്താ? സോറി, ഒക്കെപ്പാടൊരു ബുൾഷിറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ
അങ്ങനെയാണ്. അപ്പൊ ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവല്ലോ ഈ ഷിറ്റുകളൊക്കെ എന്താന്ന്. ശരി. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ? അത് ഞാൻ പറഞ്ഞതാണ്. വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? y. അതായത് ഇവിടെ കണ്ടോ, ഇതാണ് XY ആക്സിസ്. അപ്പോൾ എന്റെ വേവ് ഇങ്ങനെയാണ് പോകുന്നതല്ലേ. അപ്പൊ വേവ് എങ്ങോട്ടാണ് ശരിക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത്? Y ആക്സിലോട്ടാണ്. കാരണം ഇത്രയും ഡിസ്റ്റൻസ് ആണ് വേവ് ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ Y ആക്സിലാണ് എന്ത് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ട് വേവ് കൂടി ചേർന്നാൽ എന്താവും എന്നാണ് എന്ത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് രണ്ട് വേവ് കൂടി ചേർന്നാൽ ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് രണ്ട് വേവും കൂടി നടത്തുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, വേവ് എന്താണ് y ഡയറക്ഷനാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വേവും y ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ് ചെയ്ത് പോവുക. അപ്പൊ രണ്ട് വേവുകളും കൂടി ചേർന്നാൽ y ആക്സിസിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് വരും എന്നാണ് ഇത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അക്കോർഡിംഗ് ടു സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, the resultant displacement of two waves will be the individual sum of each wave. അല്ലെ, ഇൻഡിവിജ്വൽ സമ്മിൻ ഈച്ച് വേവിന്റെ ഇൻഡിവിജ്വൽ സം ആയിരിക്കും. ഇവിടെ എ എന്ന് പറഞ്ഞാണ് എന്ത് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. കണ്ടോ, എ എന്ന് പറഞ്ഞാൽ എന്താ, ഈ അകലം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ അകലം, അല്ലെങ്കിൽ താഴേക്കുള്ള ഈ അകലം, അതാണ് എന്ത് എ, അല്ലെങ്കിൽ y, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എ ആണ് എന്ത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. രണ്ടാമത്തെ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? എ. കാരണം y ആക്സിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണെന്നാണ് വേവ് ശരിക്കും y ആക്സിൽ അതിന്റെ മോഷൻ. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതും എ ആണ്. അപ്പൊ രണ്ട് വേവും കൂടി ചേർന്നാൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് വരും? അതാണ് എന്ത് സൂപ്പർ പൊസിഷൻ. രണ്ടും കൂടി സൂപ്പർ പൊസിഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് വേവ് എന്തായിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, രണ്ട് വേവിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ സം ആയിരിക്കും എന്ത് സൂപ്പർ പൊസിഷൻ ചെയ്ത വന്ന ലാസ്റ്റ് റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ, 2a. ഇവിടെ a ആയിരുന്നു, ഇവിടെ 2a ആയി. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ 2a ആയില്ലേ, അതാണ് എന്ത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. പക്ഷെ ഏത് നേരവും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യില്ല, റിസൾട്ടന്റ് ഏറ്റവും ഹൈ ആയിട്ട്, അതായത് ഡിസ്പ്ലേസ്മെന്റ് y1 + y2 ഒന്നും ആവില്ല. കാരണം ഇവിടെ ക്രസ്റ്റ് ആൻഡ് ക്രസ്റ്റ് സെയിം ആയിട്ടും ട്രഫ്റ്റ് ആൻഡ് ട്രഫ്റ്റ് സെയിം ആയിട്ടും വന്നുകൊണ്ട് തന്നെ ആണ് ഇവിടെ a + a 2a വന്നത്. പക്ഷെ ഇതിന്റെ ക്രസ്റ്റും ഇതിന്റെ ട്രഫ്റ്റും ആണ് ഇവിടെ വരുന്നതെങ്കിൽ, അതായത് ഇങ്ങനെയാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്തുണ്ടാവില്ല, ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കുറയേ ഉള്ളൂ. ഓക്കെ, അതൊന്നും പഠിക്കണ്ട. ഇപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താന്ന് പഠിക്കുക. എന്താണ്, രണ്ട് വേവുകൾ കൂടി ചേരുമ്പോൾ റിസൾട്ടന്റ് വേവ്, അതായത് റിസൾട്ടന്റ് വേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, ഇൻഡിവിജ്വൽ വേവ്സിന്റെ വെക്ടർ സം ആയിരിക്കും. വെക്ടർ സം എന്നും കൂടി എഴുതണം കേട്ടോ. ഓക്കെ, എന്തായിരുന്നു, when two waves superimpose each other, the displacement of the resultant wave will be the sum of vector sum of individual components ആണെന്ത് individual displacement of the each wave ആണെന്ത് superposition principle. ഓക്കെ, നെക്സ്റ്റ്, what is constructive interference and what is destructive interference? അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും എനിക്ക് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താവില്ല, 2a ആയിട്ട് കിട്ടില്ല. അതെന്ത് ചെയ്യും, കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നോക്കുന്നതാണ് രണ്ട് ക്രൈറ്റീരിയ ആണ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും. അപ്പൊ എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? നേരത്തെ ഞാൻ പറഞ്ഞു എയും എയും കൂടി 2a ആയ കണ്ടീഷൻ ആണ് എന്ത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അതായത് ഒരു വേവിന്റെ ക്രസ്റ്റും അതേ മറ്റേ വേവിന്റെ ക്രസ്റ്റും ഒരുപോലെ വന്നാൽ അതെന്ത് ചെയ്യും, രണ്ടും കൂടി സൂപ്പർഇമ്പോസ് ചെയ്തിട്ട് രണ്ടിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ സം ആയിട്ടുള്ള ഒരു പുതിയ വേവ് കിട്ടും. ഓക്കെ, അതാണ് 2a എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഈ കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഇങ്ങനെയാണ് പുതിയ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വേവിന്റെയും കൂടി ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിയിട്ടുള്ള വലിയ വേവ് ആയിട്ട് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ദ ക്രസ്റ്റ് ഓഫ് ദ വൺ വേവ് ഈസ് സൂപ്പർഇമ്പോസ്ഡ് വിത്ത് ട്രഫ്റ്റ് ഓഫ് ദ അതർ വേവ്. അല്ലെ, ക്രസ്റ്റും ട്രഫ്റ്റും ആണ് എന്ത് സെയിം ആയിട്ട് വരുന്നത്. അല്ലെ, കണ്ടോ, ഒന്നിന്റെ ഉയർച്ചയും മറ്റേയുടെ താഴ്ചയുമാണ് എന്ത് സെയിം ആയിട്ട് വരുന്നത്. അപ്പൊ ഇവ രണ്ടും സൂപ്പർഇമ്പോസ് ചെയ്താൽ എന്താണ്, വെക്ടർ സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, ഇവിടെ ഈ സമയത്ത് a ആയിരിക്കും. കണ്ടോ, മുകളിലേക്കാണ്. ഇവിടുത്തെ -a ആയിരിക്കും, കാരണം താഴേക്കല്ലേ വരുന്നത്. അപ്പൊ -a യും a യും കൂടി കൂട്ടിയാൽ 0 ആയില്ലേ.
അതാണ് ഈ കാണിക്കുന്ന ലൈൻ 0 കണ്ടോ. ഇവിടെയും എ ആയിരുന്നു, ഇവിടെ -a ആയി ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ രണ്ടും കൂടി കൂടുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കേസ് എന്താണ്? ഒരു ട്രഫ്റ്റ് ഓഫ് ദ വേവ് ക്രസ്റ്റ് ഓഫ് ദ വേവും സൂപ്പർ ഇമ്പോസ് ചെയ്താൽ എന്താവും? ഇന്റൻസിറ്റി കുറയും അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. ആ കണ്ടീഷനാണ് എന്ത്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ. If we get minimum displacement at the point of meeting, we call it as destructive interference. Okay, രണ്ട് വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ if we get minimum displacement at the point of meeting, we call it as destructive interference. പിന്നെ constructive ആണെങ്കിലോ during the superimposition, if we get maximum displacement at the position of meeting, we call it as constructive interference. Okay, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഒന്നിൽ 0 ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, മറ്റേത് ഹൈ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അതായത് രണ്ട് ലൈറ്റ് സോഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ലൈറ്റ് സോഴ്സ് തമ്മിൽ ഞാൻ എന്ത് ചെയ്യാ, രണ്ട് ടോർച്ച് ഉണ്ടെന്ന് വെച്ചോ. ആ ടോർച്ചിന് രണ്ട് ലൈറ്റ് ഞാൻ ഇങ്ങനെ പിടിച്ച് ഒന്നിച്ചൊരു ലൈറ്റ് ആക്കി മാറ്റി. അപ്പോൾ രണ്ട് ടോർച്ചിൽ നിന്ന് വരുന്ന വേവ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യാം? കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇന്റർഫറൻസ് നടക്കാം, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇന്റർഫറൻസ് നടക്കാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്ന പോയിന്റിൽ മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടും, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്ന പോയിന്റിൽ മിനിമം ഡിസ്പ്ലേസ്മെന്റ് നടക്കും. ഓക്കെ, അപ്പോൾ കിട്ടുന്ന, അതായത് റിസൾട്ടന്റ് വേവ് എന്ന് പറഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി ഉള്ള കുറച്ച് പാർട്ട് ഉണ്ടാവും, ലോ ഇന്റൻസിറ്റി ഉള്ള കുറച്ച് പാർട്ട് ഉണ്ടാവും. ഞാൻ വരുന്ന ഇതിൽ പറയും. അപ്പോൾ അങ്ങനെയായിരിക്കും അതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. അത് എന്തുകൊണ്ടാണ്? കാരണം കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്ന വേവ്സിന്റെ അവിടെ എന്തായിരിക്കും? ഹൈ ബ്രൈറ്റ്നസ് വരും. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. ഓക്കെ, കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ, 0. വേവ് എന്താ, വേവ് 0 ആയി പോയി. അപ്പൊ എന്തില്ല, അവിടെ ഇന്റൻസിറ്റി കുറവായിരിക്കും ആ പോർഷനിൽ. ഓക്കെ, മനസ്സിലായില്ലേ? What is coherence? Two waves sources are perfectly coherent if they have constant phase difference and same frequency. Coherence is an ideal property of waves that enables interference. Coherent sources are those which emit light waves of same wavelength or frequency and have a constant phase difference. കൊഹറന്റ് സോഴ്സ് എന്താണ്? രണ്ട് സോഴ്സ് ഉണ്ട്. അതായത് ഞാൻ രണ്ട് ടോർച്ച് പിടിച്ച് അടിച്ചെന്ന് വെച്ചോ. അപ്പൊ ഈ രണ്ട് ടോർച്ചാണ് എന്ത്, എന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് കൊഹറൻസ് എന്ന് പറഞ്ഞാൽ? അക്കോർഡിംഗ് ടു ഫിസിക്സ്, വാട്ട് ഈസ് കൊഹറൻസ്? അതായത് രണ്ട് വേവ് ഉണ്ട്. ഇതൊരു വേവ്, നെക്സ്റ്റ് വേവ് വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇതൊരു സോഴ്സ്, അതായത് ഞാൻ ഒരു ടോർച്ച് അടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് y, ഇത് x. അപ്പോൾ ഇതാണ് എന്ത്, എന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് അല്ലെ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടോർച്ച് ഉണ്ട്, അതിൽ വരുന്ന വേവ് ആണ് എന്ത്, ഇത് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് y ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ വാട്ട് ഈസ് കൊഹറൻസ് എന്ന് പറഞ്ഞാൽ, രണ്ട് ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യുന്ന വേവ്സ് എന്തായിരിക്കും? ഒന്നുകിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്ത് വേണം? Two sources are said to be coherent if the phase difference between the displacement produced by each waves does not change with time. അതായത്
ഇതിന്റെ രണ്ടിന്റെയും ഫേസ് എന്നാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രസ്റ്റും ഒരേപോലെ ആണെങ്കിൽ ഒരേപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫേസ് ഡിഫറൻസ് 0 ആണ് എന്നാണ് പറയുക. ഓക്കെ, ഈ ക്രസ്റ്റും ഒരേപോലെ തന്നെ വന്നതിനാൽ എന്താണ്? സെയിം, അതായത് 0 ഫേസ് ഡിഫറൻസ് എന്നാണ് പറയുക. ഓക്കെ, പക്ഷെ ഇതിന്റെ ക്രസ്റ്റും ഇതിന്റെ ട്രഫ്റ്റും ആണ് സെയിം ആയിട്ട് വന്നെങ്കിലോ? ഇങ്ങനെയാണ് വേവ് പോകണമെങ്കിൽ, ഇങ്ങനെയായിരുന്നു ഈ വേവ് പോകുന്നതെങ്കിൽ, അപ്പോൾ ഇതിന്റെ ക്രസ്റ്റും ഇതിന്റെ ട്രഫ്റ്റും ആണ് കൂടെ ഒപ്പം വന്നത് അല്ലേ? അപ്പോൾ അവിടെ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്തൊക്കെ ആയിക്കോട്ടെ, ഫേസ് ഡിഫറൻസ് എങ്ങനെയാ വരുന്നത് മനസ്സിലായല്ലോ? അതായത് ക്രസ്റ്റുമാണോ, ക്രസ്റ്റും ട്രഫ്റ്റുമാണോ, അല്ലെങ്കിൽ ക്രസ്റ്റും വേറെ ഏതെങ്കിലും പാർട്ടാണോ വരുന്നത് എന്നനുസരിച്ചാണ് ഫേസ് ഡിഫറൻസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഫേസ് ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ 90 ആണെങ്കിൽ 90 ആയിട്ട് തന്നെ നിൽക്കണം, 0 ആണെങ്കിൽ 0 ആയിട്ട് തന്നെ നിൽക്കണം. കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. അങ്ങനെ രണ്ട് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന വേവ്സ് തമ്മിലുള്ള കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു കൊഹറന്റ് സോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, so what is coherence? Two sources are said to be coherent if the phase difference between the displacements produced by each of the wave does not change with the time. The phase difference does not change with the time, and also the wave has equal frequency or wavelength. വേവ്ലെങ്ത്തും ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. കൂടാതെ എന്താണ്? രണ്ട് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന വേവ്സും കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എന്താ? ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ടൈമിനനുസരിച്ച് എന്തില്ല, ഈ ഫേസ് ഡിഫറൻസ് മാറാൻ പാടില്ല. അങ്ങനത്തെ കേസ് വരുന്ന സോഴ്സസ് ആണ് എന്ത്? കൊഹറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൊഹറന്റ് സോഴ്സ് എന്താന്ന് മനസ്സിലായല്ലോ? What is incoherent source? Two sources are said to be incoherent if the phase difference between the displacement produced by each wave changes with the time. അതായത് ഫേസ് ഡിഫറൻസ് ചേഞ്ച് ചെയ്യുക, ടൈമിനനുസരിച്ച് ഫേസ് ഡിഫറൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനെ ഒരു വേവ് ഉണ്ട്, ഇതെന്റെ ഒരു സോഴ്സ് എമിറ്റ് ചെയ്യുന്ന വേവ് ആണ് കേട്ടോ. എനിക്ക് വേറൊരു വേവ് ഉണ്ട്, എന്റെ അടുത്ത വേവ് സെയിം ആയിട്ട് വരയ്ക്കാം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയാണ് എന്റെ വേവ് പോകുന്നത് വെച്ചോ. അപ്പോൾ ഞാൻ നോക്കി, ഫസ്റ്റ് ടൈമിൽ എന്റെ ക്രസ്റ്റും ഇതിന്റെ ട്രഫ്റ്റുമാണ് സെയിം ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? 90 ഡിഗ്രി ആണ് എന്ത്? ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഈ കേസ് നോക്കിയപ്പോൾ ഇവിടെ കണ്ടോ, എന്റെ ക്രസ്റ്റും എന്റെ ക്രസ്റ്റും തന്നെ ഒരുമിച്ച് തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്റെ ഫേസ് ഡിഫറൻസ് എന്തായിരുന്നു? 0 ഡിഗ്രി. കാരണം ക്രസ്റ്റും ട്രഫ്റ്റും നേരെ വന്നാൽ എന്താണ്? 0 ഫേസ് ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞു. ഓക്കെ, അതനുസരിച്ചാണ് ഫേസ് ഡിഫറൻസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസും 0യും, ഇവിടെ 0 ഡിഗ്രി അല്ല, 0 എന്ന് കേട്ടോ. ഓക്കെ, ഇവിടെ 90യും ഇവിടെ വന്നപ്പോൾ 0 ആയി. അപ്പൊ അതായത് എന്താണ്? ടൈമിനനുസരിച്ച് എന്താണ്? ഫേസ് ഡിഫറൻസ് ചേഞ്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സോഴ്സ് തമ്മിൽ വേവ്സ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, if two sources are said to be incoherent, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ല, ഇൻകോഹറന്റ് സോഴ്സസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ two sources are said to be incoherent if the phase difference between two displacement produced by each of the waves changes with the time. ടൈമിനനുസരിച്ച് ഫേസ് ഡിഫറൻസ് ചേഞ്ച് ചെയ്യുന്ന കേസാണ് എന്ത്? അങ്ങനെ എമിറ്റ് ചെയ്യുന്ന വേവ്സിനെ പറയുന്ന സോഴ്സ്, ആ വേവ്സ് എമിറ്റ് ചെയ്യുന്ന സോഴ്സസിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻകൊഹറന്റ് സോഴ്സസ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇൻകൊഹറന്റ് എന്താ, കൊഹറന്റ് എന്താ, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്താ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താന്നൊക്കെ പറഞ്ഞു കേട്ടോ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്തായിരുന്നു? രണ്ട് വേവ്സ് തമ്മിൽ
സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ കൂടിച്ചേർന്ന് അതായത് റിസൾട്ടന്റ് വേവിന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ സൂപ്പർ ഇമ്പോസിന് പറയുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താണ്? നേരെ തിരിച്ച് പറഞ്ഞ ഓർക്കുണ്ടല്ലോ. ശരി, അപ്പോൾ ഇവിടെ coherent sources are said to be emit light waves same wavelength or frequency and have constant phase difference. അപ്പൊ കൊഹറന്റ് എന്താ ഇൻകൊഹറന്റ് ആണെന്ന് എക്സാമിന് നന്നായിട്ട് ചോദിക്കാറുണ്ട്. പഠിച്ചേക്കാം കേട്ടോ, നന്നായിട്ട് പഠിച്ചേക്കാം. അപ്പൊ കൊഹറന്റ് സോഴ്സ് ഉണ്ടോ ഇവിടെ? കുറെ വേവ്സ് ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്, ഒരു വേവ് അല്ല, ഒരുപാട് വേവ്സിനെ വരച്ചാണ് ഇത് കണ്ടോ. ഈ ന്യൂമറസ് ആയിട്ട് കുറെ വേവ്സ് പോകുന്നുണ്ടോ. അപ്പൊ ഇവിടെ എല്ലാം കൊഹറന്റ് സോഴ്സ് ആണ്. കാരണം ഇതൊരു ലേസർ ആണ്. ലേസറിൽ വരുന്ന എല്ലാം എന്താണ്? കൊഹറന്റ് ലൈറ്റ് വേവ്സ് ആണ്. അപ്പൊ ലേസർ എമിറ്റ് ചെയ്യുന്ന വേവ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, കുറെ വേവ്സ് ഇങ്ങനെ പോകുന്നുണ്ടോ. എല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആണല്ലേ. കണ്ടോ, എല്ലാത്തിനെയും ഫേസ് ഒന്നല്ലെങ്കിൽ ഇവിടെ എല്ലാം സീറോ ആണ് ഫേസ് ഡിഫറൻസ്. കാരണം ട്രസ്റ്റ് ഓഫ് ദ എല്ലാം സെയിം ആയിട്ട് വരുന്നത്, ക്രസ്റ്റ് ഓഫ് ദ എല്ലാം സെയിം ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വേവ്സിനെ എല്ലാം സീറോ ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? കൊഹറന്റ് സോഴ്സ് തന്നെയാണ്. ഫേസ് ഡിഫറൻസ് എന്ത് ചെയ്യുന്നില്ല, വാരി ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു കൊഹറന്റ് ലേസർ സോഴ്സ് ആണ്. ഓക്കെ, അതാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻകൊഹറന്റ് ലെഡ് ലൈറ്റ്. അത് ഇൻകൊഹറന്റ്, അതായത് ഫേസ് ഡിഫറൻസ് എന്താണ്? ടൈമിനനുസരിച്ച് വാരി ചെയ്യണം. കണ്ടോ, ഇത് ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്ന ഒരു കേസാണ്. ഇവിടെ ക്രസ്റ്റും ഒരുമിച്ച് വന്നാലും അടുത്തേലും അങ്ങനെ ഇല്ല, ഒരുമിച്ച് വരുന്നില്ല. കണ്ടോ, വേറെ ഡിഫറെന്റ് ആയിട്ട് പോവുകയാണ്. അപ്പൊ ഇതാണ് ഇൻകൊഹറന്റ് ലെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻകൊഹറന്റ് സോഴ്സ് എന്ന് പറയും. മനസ്സിലായില്ലേ? ലേസർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് ഈ സാധനം തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മൾട്ടി ഡയറക്ഷനും മെനി വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. ഇവിടെ ഓൺലി സിംഗിൾ വേവ് ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താണ്? മൾട്ടി വേവ് ലെങ്ത് ഉണ്ടാവും ഇൻകൊഹറന്റിന്റെ കേസിൽ. ഓക്കെ, വേവ് ലെങ്ത് എന്തായിരിക്കണം? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. എന്ത്? കൊഹറന്റ് ആവണമെങ്കിൽ അതൊരു കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ കൊഹറന്റ് എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കണം? എല്ലാം എഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് മാത്തമാറ്റിക്കൽ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസ് എന്നാണ് ലൈറ്റിന്റെ കൂടിച്ചേരലാണ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലാതെ വേറൊന്നും അല്ല. അപ്പൊ ഇന്റർഫറൻസ് എന്നാണ് ലൈറ്റിന്റെ യോജനയാണ് എന്ത്? ഇന്റർഫറൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവം? അതായത് ഒരു വാട്ടർ ഉണ്ട്, വാട്ടർ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കുളം സങ്കല്പിക്കുക. അപ്പൊ കുളത്തിലേക്ക് ഞാൻ ഒരു കല്ലിടുമ്പോൾ കുളം എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? വേവ്സ് ആയിട്ടാണ് അല്ലെ. അങ്ങനെ പോവും വേവ്സ്. അല്ലെ, ഇങ്ങനെ പോകൂലേ, ഇങ്ങനെ ആയിട്ട് പോവാ അല്ലെ. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഞാൻ ഇത് സെയിം ആയിട്ട് ഇങ്ങനെ ഇട്ടു, ഇതൊരു സ്ഥലത്ത് ഇട്ടു. നെക്സ്റ്റ് കുളത്തിന്റെ വേറെ സൈഡിൽ ഞാൻ ഇട്ടപ്പോൾ എന്തായി? ഇങ്ങനെ പോയി. അപ്പൊ അവിടെ എന്ത് ചെയ്തു? വേവ്സ് ജനറേറ്റ് ചെയ്തു അല്ലേ. എന്താ ഈ രണ്ട് വേവും കൂട്ടിമുട്ടാനുള്ള സാധ്യത അല്ലേ? കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഊഹിക്കുക. അപ്പൊ എന്താ ചെയ്യും? രണ്ട് വേവ്സ് തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ. കൂട്ടിമുട്ടെന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിഷൻ. അതായത് രണ്ട് വേവ്സും
കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വന്നത്. എന്ത് ചെയ്യാ? എന്താ സംഭവം? രണ്ടിന്റെയും കൂടി വെക്ടർ സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പോൾ ഇവിടുന്ന് എന്തുണ്ട്? വേവ് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് വേവ്സ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന പുതിയ വേവിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും എന്നാണ് എന്ത് ഈ കേസിൽ നമ്മൾ പറയാൻ വന്നത്. അപ്പോൾ കൺസിഡർ ടു സോഴ്സ് S1 ആൻഡ് S2. ഓക്കെ, ഇതൊരു സോഴ്സ് S1 ആണ്, ഇതൊരു സോഴ്സ് S2 ആണ്. അപ്പോൾ രണ്ടും എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലേ? അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ, മറ്റേത് എന്തുണ്ട്? ഇതൊരു സോഴ്സിന്റെ ആണെങ്കിൽ S1 ആണെങ്കിൽ അടുത്ത സോഴ്സ് S2. ഇങ്ങനെ വന്നു, ഇത് ഇവിടെ വന്നിട്ട് എന്ത് കൂടിച്ചേർന്നു. ഇത് രണ്ടും കൂടിച്ചേരുകയാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും എന്നാണ് എന്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ P എന്നുള്ള പോയിന്റിലാണ് അത് കൂടിച്ചേർന്നല്ലേ. അപ്പോൾ ലെറ്റ് P be the point, the region of S1 and S2, the displacement produced by the wave source at P will be, നമുക്ക് കാണണം അല്ലേ? ഇത് കാണണം. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്രഷൻസ് എടുക്കുകയാണ്. ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പഠിപ്പിച്ചായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേവിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്? y1, let displacement of first wave will be y1. y1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസിന്റെ സൈനിന്റെ രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് എന്താണ്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റ് പാർട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്. ലെറ്റ് മൈ ആംപ്ലിറ്റ്യൂഡ് ബി എ. ആൻഡ് സെക്കൻഡ് ഒരു കോസ് ഓർ സൈനിന്റെ ഫംഗ്ഷൻ ഉണ്ടാവും, കോസ് ഒമേഗ ടി. ഞാൻ ജസ്റ്റ് കോസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. കോസ് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി, ടി ടൈം. This is my first wave. Then second wave y2. y2 is സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മറക്കരുത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെക്കൻഡ് വേവ് ആൾസോ കോസ് ഒമേഗ ടി, സോറി ഒമേഗ ടി പ്ലസ് ഫൈ. ദിസ് ഫൈ, വാട്ട് ഈസ് ദിസ് ഫൈ? ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു എന്താണ് ഫൈ എന്താണെന്ന്. എന്താണ്? ഫേസ് ഡിഫറൻസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ രണ്ട് വേവിന്റെയും ക്രസ്റ്റും ഒന്ന് തന്നെയാണ്, ട്രസ്റ്റും ഒന്ന് തന്നെയാണ് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. ഫേസ് ഡിഫറൻസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രസ്റ്റും കൂടി ചേർന്നാൽ അത് ഫേസ് ഡിഫറൻസ് 0 ആണ്. പക്ഷെ അങ്ങനെ തന്നെയാണ് വരിക എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും എന്ന് ഞാൻ ഊഹിക്കുന്നു. ഫസ്റ്റ് വണ് y1 = a cos omega t, സെക്കൻഡ് a cos omega t പ്ലസ് 5. അപ്പോൾ രണ്ട് വേവ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. അപ്പോൾ ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റും കൂടി ചേർന്നാൽ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ ഇന്റർഫെയർ ചെയ്താൽ എന്തായിരിക്കും റിസൾട്ടന്റ്? അക്കോർഡിംഗ് ടു സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ, the resultant displacement will be the vector sum of individual displacement അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി. അപ്പോൾ റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് ബിഗ് Y is equal to y1 plus y2. അപ്പൊ എന്താണ്? cos omega t plus a ഞാൻ എന്ത് പുറത്തേക്ക് എടുത്തു. a പുറത്തേക്ക് എടുക്കാലോ, ബാക്കി ഉള്ളിൽ എഴുതിയാൽ പറ്റേ. cos omega t plus
cos omega t plus phi. ഈ ഫുള്ള് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കോസും കോസും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കത്തണം. വാട്ട് ഈസ് കോസ് എ പ്ലസ് കോസ് ബി? അത് കത്തിയാൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്താം. കോസ് എ പ്ലസ് കോസ് ബി എന്തായിരുന്നു? 2 cos a plus b by 2 cos a minus b by 2 അല്ലെ? അറിയാലോ. അപ്പോൾ y ആണിത്, മറ്റേ ലാർജ് y. cos a plus cos b എന്താണെന്ന് അറിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാം. cos a plus cos b എന്താണ്? 2 cos a plus b by 2 cos a minus b by 2. അപ്പോൾ ഇവിടെ a എന്താണ്? എയും ബി എന്തായിട്ട് എടുക്കാം? ഇതിനെ ഞാൻ a എന്ന് എടുക്കുന്നു, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, b എന്ന് എടുക്കുന്നു. ദിസ് ഈസ് b and this is a and this is b. അപ്പോൾ എന്തായി, cos a and cos b ആയില്ലേ? എന്ത് ചെയ്യാം, ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ റിസൾട്ട് എന്തായിരുന്നു? 2 cos a plus b by 2 cos a minus b by 2. അപ്പൊ a ഞാൻ എപ്പോഴും പുറത്തേക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. cos a plus b by 2 എന്ന് പറയുമ്പോൾ ഒമേഗ ടി ആണ് a, ഇ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഒമേഗ ടി പ്ലസ് വൈ അല്ലേ ബി. അപ്പോൾ cos ഓഫ് a plus b കിട്ടി. a plus b by 2 അല്ലേ, by 2 പ്ലസ് cos a minus b അല്ലേ, 2 ഉണ്ടല്ലേ, 2 cos a plus b cos a minus b അല്ലേ. അപ്പോൾ 2 പുറത്തുണ്ട് കേട്ടോ. 2 cos a plus b into cos a minus b അല്ലേ. 2 into cos a plus b into cos a minus b. cos a എന്ന് പറഞ്ഞാൽ ഒമേഗ ടി മൈനസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. എയും ബി നിങ്ങൾക്ക് എന്താ വെച്ചാൽ കേട്ടോ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ എടുത്തു ബൈ 2. ഓക്കെ അല്ലേ? 2 cos a plus b by cos a minus cos a plus b into cos a plus b by 2 into cos a minus b by 2. രണ്ടും കിട്ടിയല്ലോ. എന്ത് ചെയ്യാ, ഇവിടെ ഒമേഗ ടി മൈനസ് 5 എന്നാണ് ഇത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും, ഒമേഗ ടി മൈനസ് ഒമേഗ മൈനസ് 5 എന്ന് വരൂല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഈ മൈനസ് എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് ഗുണിക്കണ്ടേ. അപ്പോൾ ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ എനിക്ക് എന്ത് വരും, മൈനസ് ഇങ്ങനെ വരൂല്ലേ. അപ്പൊ എന്താ, ഇത് രണ്ടും ക്യാൻസൽ ആയി പോയല്ലോ. ബാക്കി എന്തുണ്ട്, കോസ് മൈനസ് 5/2. കോസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ആണ് എപ്പോഴും. കോസിന്റെ ഉള്ളിൽ മൈനസ് എന്ത് വന്നാലും എന്താണ്, എപ്പോഴും പോസിറ്റീവ് ആണ്. കോസ് ഓഫ് മൈനസ് ആംഗിൾ എന്താണ്, കോസ് ആംഗിൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, കോസ് 5/2 വരും, 5/2 വരും. ഇവിടെ എന്ത് വരും, കോസ് 2 ഒമേഗ ടി പ്ലസ് 5/2 അല്ലേ. അപ്പോൾ y ആയിട്ട് എന്ത് വരും, y ഈക്വൽ ടു ഈ 2 ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു പിന്നെ. അപ്പോൾ 2a cos 5/2 cos omega t plus 5/2. omega t plus 5 അല്ലേ. ഇതല്ലേ വരിക അവസാനം. ഓക്കെ അല്ലേ?
ഇനി 2 ഒമേഗ ടിയും പ്ലസ് 5 ഉണ്ടല്ലോ. അപ്പൊ രണ്ട് ഞാൻ ഈ രണ്ട് എന്തുണ്ട്, ഈ രണ്ടിനും ബാധകമാണല്ലേ. പ്ലസിന്റെ താഴെ രണ്ടെന്നാണ് പ്ലസ് ചെയ്യുന്ന രണ്ടിനും ഇത് ബാധകമാണെന്നാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യാണ് രണ്ടുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 പോയി, ഇവിടെ ഞാൻ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുമാതിരി തന്നെ ഇവിടെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഈ രണ്ടിനെ ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്തു. അപ്പൊ 5/2 കിട്ടി. അപ്പോൾ ലാസ്റ്റ് എന്ത് വരിക, ഒമേഗ ടി പ്ലസ് 5/2 എന്നാണ് വരിക. രണ്ടിനെ ഞാൻ എന്ത് ചെയ്തു, വിഭജിച്ചിട്ട് 2ക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ 5/2 മനസ്സിലായല്ലോ. രണ്ടിനെ ഞാൻ സ്പ്ലിറ്റ് ആക്കിയിട്ട് രണ്ടെണ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ട് ക്യാൻസൽ ആയി, ഇവിടെ 5 മാത്രമേ ഉള്ളൂ, 5/2 ആയി. അപ്പൊ അതാണ് എന്ത് ലാസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത്. ലാസ്റ്റ് എക്സ്പ്രഷൻ നോക്കുക. കണ്ടോ, ഒമേഗ ടി പ്ലസ് 5/2 ഇൻറ്റു കോസ് ഒമേഗ 5/2 ആയിരുന്നു. രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ഇങ്ങനെ വന്നു 2a cos 5/2 ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5/2. ഓക്കെ ആണല്ലോ. ഇപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ആംപ്ലിറ്റ്യൂഡ് എന്ന് നോക്കുന്നത് ടി ഇല്ലാത്ത ഭാഗമാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. ടി ഉണ്ടോ അവിടെ ആംപ്ലിറ്റ്യൂഡ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ടി ഉള്ളത് ഏതാ ഭാഗം, ഈ ഭാഗത്ത് ടി ഉണ്ടല്ലേ, കോസ് ഒമേഗ ടി എന്നാണ്. അപ്പൊ ഈ ഭാഗം എന്തല്ല, ആംപ്ലിറ്റ്യൂഡ് അല്ല, ടി ഇല്ലാത്ത ഭാഗമാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ 2a cos 5/2 ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടൈം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ടൈം എപ്പോഴും വാരി ചെയ്യും. അപ്പൊ അത് ഈ പാർട്ട് വാരി ചെയ്യുന്നുണ്ട്. അപ്പൊ വാരി ചെയ്ത പാർട്ടാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെന്താണ് 2a cos 5/2. ഇവിടെ ടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് എന്ത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അതായത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, അതായത് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ആണ് ഇത്. ഇതിൽ ടി ഇല്ലാത്ത ഭാഗമാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ടി ഇല്ലാത്ത ഭാഗം എഴുതിയത് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 2a cos 5/2. therefore the total intensity at the point P, ടോട്ടൽ ഇന്റൻസിറ്റി കാണാൻ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ് കാണുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്തായിരുന്നു, 2a cos 5/2 ആൾ സ്ക്വയർ. അപ്പൊ ഈ സ്ക്വയർ എന്താണ്, എല്ലാത്തിനും ബാധകമാണ്. 2ക്ക് ബാധകമാണ്, എക്ക് ബാധകമാണ്, കോസിനും ബാധകമാണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ 4, എന്റെ സ്ക്വയർ a സ്ക്വയർ, കോസിന്റെ സ്ക്വയർ cos സ്ക്വയർ 5/2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഇന്റൻസിറ്റി കിട്ടി, ആംപ്ലിറ്റ്യൂഡ് കിട്ടി. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എ ആയിരുന്നു, അതിപ്പോ എന്തായി 2a cos 5/2 എന്നായി റിസൾട്ടന്റ് വന്നപ്പോൾ അല്ലേ. പിന്നെ ഇന്റൻസിറ്റി എന്തായിരുന്നു, 2a സ്ക്വയർ cos സ്ക്വയർ 5/2 എന്നായി മാറി. പിന്നെ നമുക്കറിയാം a സ്ക്വയർ എന്നത് ഇന്റൻസിറ്റി ആണ്. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി ആണ് അല്ലെ. ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എയും മറ്റേ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആയിരുന്നു. അപ്പോ ഓരോ വേവിന്റെ ഇന്റൻസിറ്റി എന്നാൽ a സ്ക്വയർ ആണ്. അപ്പോൾ ഓരോ വേവിന്റെ ഇന്റൻസിറ്റി എന്നാൽ i ആണല്ലേ. അപ്പോൾ I0 is the intensity of individual waves, then total intensity, അത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴുള്ള ഇന്റൻസിറ്റി എന്താവും, 4I0 ആയി മാറും. I0 ഉള്ള രണ്ട് ഇന്റൻസിറ്റികൾ കൂടിച്ചേർന്നുള്ള എന്തായി 4I0 എന്നുള്ള ഇന്റൻസിറ്റി കിട്ടി. 4I0 cos സ്ക്വയർ 5/2, അതാണ് എന്ത് ഇന്റൻസിറ്റി വരുന്നത്. ഓക്കെ, ഇന്റൻസിറ്റി എന്താണ്, ഇതിന്റെ സ്ക്വയർ ആണ്, അതായത് a സ്ക്വയർ ആണ് എന്ത് ഇന്റൻസിറ്റി. അപ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ I equal to 2a 5/2 ഹോൾ സ്ക്വയർ വരും. അതാണ് എന്ത് ഇന്റൻസിറ്റി എന്നാണ് I. അപ്പോൾ ആദ്യം ചെയ്തിട്ട് 4a സ്ക്വയർ cos സ്ക്വയർ 5/2 കിട്ടി. ഇൻഡിവിജ്വൽ വേവ്സിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ആണല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ വേവ്സിന്റെ ഇന്റൻസിറ്റി സൂചിപ്പിക്കാൻ I0 എടുത്തു. അപ്പോൾ a സ്ക്വയറിന് ഞാൻ I0 പുട്ട് ചെയ്തപ്പോൾ I equal to 4I0 cos സ്ക്വയർ 5/2. അതായത് ഇന്റൻസിറ്റി എന്താ, രണ്ട് വേവ് കൂടി കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ലൈറ്റ് വേവ്സ്. നമ്മൾ നൈറ്റിലൊക്കെ പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടികൾ നമ്മളെ ലൈറ്റ് ഇങ്ങനെ ഇമിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ തോന്നില്ല. അതാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഹൈലി ഇന്റൻസ് ആണെങ്കിൽ ലൈറ്റ് അത്രയും പവർഫുൾ ആയി നമ്മുടെ കണ്ണിനെ ബാധിക്കും. അപ്പോൾ അതാണ് എന്ത് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഇത്രയും ഒരു കുത്തലുണ്ടല്ലോ ലൈറ്റിന്റെ, അത് സംഭവം. അപ്പോൾ ആ ഇന്റൻസിറ്റി ആണ്. അത് ഇൻഡിവിജ്വൽ വേവ്സിന്റെ ഇന്റൻസിറ്റി I0 ആയിരുന്നു. രണ്ടും കൂടി കൂടി ചേർന്നപ്പോൾ ഇന്റൻസിറ്റി എന്തായിരുന്നു, 4I0 cos സ്ക്വയർ 5/2 ആയി മാറി. ഓക്കെ, അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി എപ്പോഴും ഉണ്ടാവുക 5/2 90 ഡിഗ്രി ആകുമ്പോഴാണ് കോസ് എന്ത് ചെയ്യുക 1 ആവുക അല്ലെ. കോസ് 90 അല്ലേ 1, കോസ് 0 അല്ല, കോസ് 0 ആണല്ലോ 1. ഓക്കെ, ഇപ്പൊ 5 0 ആണെങ്കിൽ കോസ് സ്ക്വയർ 0 എന്ന് വരും. കോസ് 0 എന്താണ്,
1 അല്ലേ? cos square 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 5 0 എന്ന കേസിലാണ് ഇത് മാക്സിമം ഇന്റൻസിറ്റി കിട്ടുക. 5 ഇവിടെ 180 ആണെങ്കിലോ ഇപ്പൊ cos 90 എന്നാണ് വരിക, അപ്പൊ 0 ആണ് അല്ലേ? അപ്പോൾ 180 വരുന്ന സമയത്ത് cos 90 ആണ് വരിക, അത് 0 ആയി മാറും അല്ലേ? അപ്പോൾ 90 ആണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ അവിടെ ഇന്റൻസിറ്റി 0 ആയിരിക്കും. 0 ആണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ അവിടെ ഇന്റൻസിറ്റി എന്തായിരിക്കും? 4i0 ആയിരിക്കും. അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിൽ അതന്നെ പറഞ്ഞത്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിൽ 90 ആയിരുന്നു വന്നത് അല്ലേ? അപ്പോൾ ഇന്റൻസിറ്റി അതായത് വേവ് രണ്ട് ക്യാൻസൽ ആയിട്ട് 0 ഡിസ്പ്ലേസ്മെന്റ് ആയില്ലേ? അതാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അതന്നെയല്ലേ എവിടെയും വന്നത്. കാരണം ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 180 ആണെങ്കിൽ, സോറി അവിടെ 190 ആണ് ഞാൻ പറഞ്ഞത്, സോ ഇത് 180 ആണ് കേട്ടോ. അതായത് രണ്ട് വേവ്സ്, ഒരു വേവ് ഇങ്ങനെയും മറ്റേ വേവ് നേരെ തിരിഞ്ഞുമാണ് വരുന്നതെങ്കിൽ, അതായത് ഇതിന്റെ ക്രസ്റ്റും മറ്റൊരു ട്രഫ്റ്റും ആണ് കൂടിച്ചേരുന്നതെങ്കിൽ ആ കേസാണ് എന്ത് 180 ഫേസ് ഡിഫറൻസ് ആണെന്നാണ് പറയാ ഇവിടെ. അതായത് ഇതിന്റെ ക്രസ്റ്റും ഇതിന്റെ ട്രഫ്റ്റും വരികയാണെങ്കിൽ 180 ഫേസ് ഡിഫറൻസ് ആണെന്നാണ് പറയാ. അത് നേരത്തെ ഞാൻ 90 ആണ് പറഞ്ഞത് തോന്നുന്നു, പ്ലീസ് ഫോർഗിവ് മീ. അതായത് 180 ആണ് വരിക കേട്ടോ. ഈ 180യുടെ ഫേസ് ഡിഫറൻസ് വന്നാൽ കോസ് എന്തായിരിക്കും? 5/2 എന്നല്ല, അപ്പൊ 90 മാറില്ലേ? കോസ് 90 0, അപ്പൊ ഇന്റൻസിറ്റി 0 ആവും. അതായത് ഈ രണ്ടെണ്ണം വന്നാൽ ക്യാൻസൽ ആയി പോകും, അപ്പൊ ഇന്റൻസിറ്റി ഒന്നും ഇല്ല. അതായത് ലൈറ്റ് വേവ് പിന്നെ ഇങ്ങനെയും മാറും. അത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ മാറും. ഓക്കെ, 0 ആണ് വരുന്നെങ്കിലോ മാക്സിമം ഇന്റൻസിറ്റി ആയിരിക്കും. 0 ആകുമ്പോൾ ഇത് 1 ആയി മാറും, ഇത് 1 ആയി മാറും, ബാക്കി 4i0 മാത്രമേ. അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി, അതായത് ഈ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിൽ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പറഞ്ഞല്ലോ ഇത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, മറ്റേ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിലാണ് എന്ത് 4i0 വരുന്നത്, ഇന്റൻസിറ്റി മാക്സിമം ആയി വരുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഫൈന്റെ കേസിൽ പൈ 3π 5π അങ്ങനെ വി ഗെറ്റ് 0 ഇന്റൻസിറ്റി അറ്റ് ജി. ഇത് അതായത് ഇവിടെ എന്താണ് 5 എന്ന് പറഞ്ഞാൽ π/2 ന്റെ മൾട്ടിപ്ലൈ വരികയാണെങ്കിൽ, അല്ല ഓഡ് മൾട്ടിപ്ലൈ വരികയാണെങ്കിൽ 5 എന്താണ് പൈ ആയാൽ പൈ 3π 5π 5π ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആക്കുക അല്ലെ? അതുപോലെ 0 വരികയാണെങ്കിൽ, പിന്നെ 2π വരികയാണെങ്കിൽ, അതായത് 4π വരികയാണെങ്കിൽ, 6π വരികയാണെങ്കിൽ ഒക്കെ എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. അപ്പൊ ഓഡ് മൾട്ടിപ്പിൾ എല്ലാം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഇവൻ മൾട്ടിപ്പിൾ എല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ.